അധികാരത്തിൻ്റെ മേഖല എന്തിനാണ് എന്ന് കർത്താവ് പറഞ്ഞു തരികയാണ്. പ്രലോഭകനായ സാത്താൻ്റെ ആ പ്രലോഭനത്തിൽ വീഴാതെ എന്താണ് അധികാരം, ആരാണ് അധികാരി എന്ന് ഈശോ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യേശു ചെയ്തത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ് ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം ഈശോ അവരോട് ചോദിച്ചു, ഞാൻ ചെയ്തതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവുമെന്നാണ് വിളിക്കുന്നത്, ശരിയാണ്, അർത്ഥവത്താണ്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകാൻ തയ്യാറാകണം. നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകാൻ തയ്യാറാകുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ ഗുരുവാകുന്നത്, ഞാൻ നിങ്ങളുടെ കർത്താവാകുന്നത്, നിങ്ങൾ എൻ്റെ ശിഷ്യരാകുന്നത്. അപ്പോൾ ഈശോ അധികാരത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഇതാണ്. ആരാണ് അധികാരി? ശുശ്രൂഷ ചെയ്യുന്നവനാണ് അധികാരി. എന്താണ് ശുശ്രൂഷ? പാദം കഴുകുന്നതാണ് ശുശ്രൂഷ. സ്നേഹമുള്ളവരെ, അപ്പോൾ പാദം കഴുകുന്നതാണ് ശുശ്രൂഷ. അധികാരം എന്തിനു വേണ്ടിയിട്ടാണ്? ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മനസ്സിലാക്കണം, ഒരു ഭർത്താവ് ഭർത്താവിൻ്റെതായ ശുശ്രൂഷ ചെയ്യുന്നത് ഭാര്യയുടെ പാദം കഴുകുമ്പോഴാണ്. പാദം കഴുകുക എന്ന് പറഞ്ഞാൽ കാലെടുത്ത് കൈ പിടിച്ചാലേ കാല് കഴുകാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? നീ ഭർത്താവാണെങ്കിൽ ഭർത്താവായ നീ ഭാര്യയുടെ പാദത്തേക്കാൾ താഴണം നിൻ്റെ പ്രവൃത്തി. സ്നേഹമുള്ളവർ, ഡിവൈൻ ധ്യാന കേന്ദ്രം ആരംഭിച്ച നാൾ മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും വിശുദ്ധ വാരത്തിൽ ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനത്തിൽ, ആ ധ്യാനം നടക്കുന്നതിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഓർമ്മ അനുസ്മരിക്കുന്ന പെസഹ വ്യാഴാഴ്ച 12 പേരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം ആ ആഴ്ചയിൽ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് ധ്യാനിക്കാനായിട്ട് വന്ന ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പാദങ്ങൾ കഴുകും. അതിനുശേഷം അവർക്ക് യേശു കാണിച്ചെന്ന ഈ ശുശ്രൂഷയുടെ ഓർമ്മയായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വിശുദ്ധ വാരത്തിൽ ധ്യാനം കൂടിയതിൻ്റെ അനുസ്മരണത്തിന് അവർക്ക് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ആ ഫോട്ടോ ഒരു തുണിയിൽ അടിച്ച് ആഴ്ചയിൽ ദമ്പതികളായിട്ട് ധ്യാനത്തിന് വന്നവർക്ക് കൊടുത്തുവിടും. അങ്ങനെ ഇത് കിട്ടിയ ഒരു ഭാര്യയും ഭർത്താവും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചതിൻ്റെ, വിശുദ്ധ വാരത്തിൽ ധ്യാനിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ കൊണ്ടുപോയ ആ തുണി ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകി ചുംബിക്കുന്ന ആ ഫോട്ടോയുള്ള തുണി അവർ ഫ്രെയിം ചെയ്തിട്ട് അവർ കിടക്കുന്ന മുറിയിൽ വയ്ക്കും. എന്നിട്ട് ഈ ഭാര്യ ഭർത്താവ് എല്ലാ വർഷവും ഇതുപോലെ വരും. അങ്ങനെ അവരുടെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയതിൻ്റെ ജൂബിലി വർഷം 25 വർഷം വന്നിട്ട് 25 ഇത് കിട്ടി. അപ്പോൾ ഒരെണ്ണം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ അവരുടെ മുറിയിലെ അലമാരിയിൽ ഇങ്ങനെ കാണാവുന്ന വിധത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അവർ പറയും, കഴിഞ്ഞ 25 വർഷമായിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കാനായിട്ട് മുറിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫോട്ടോയിലേക്ക് നോക്കി അവർ ഓരോ ദിവസവും കിടന്നുറങ്ങും. അപ്പോൾ കിടന്നുറങ്ങാൻ ഒരു ഉറപ്പ് വരുത്തും. ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് 2 പേരും ചിന്തിക്കും, ഞങ്ങളെ എളിമയിലേക്ക്, താഴ്മയിലേക്ക്, ശുശ്രൂഷയിലേക്ക് നയിച്ചു. ആരാണ് അധികാരി? എന്താണ് ശുശ്രൂഷ? പാദം കഴുകുന്നതാണ് ശുശ്രൂഷ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 27-28 തിരുവചനം, തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തർക്കിച്ച ശിഷ്യന്മാരുടെ മുമ്പിൽ ഈശോ പറഞ്ഞു കൊടുത്തു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ
എല്ലാവരുടെയും ദാസനായിരിക്കണം. നിങ്ങളുടെ വലിപ്പം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ശുശ്രൂഷ കണ്ടുകൊണ്ട് വേണം. നിങ്ങളുടെ ശുശ്രൂഷയാണ് നിങ്ങളുടെ വലിപ്പത്തെ, നിങ്ങളുടെ അധികാരത്തെ നിശ്ചയിക്കുന്നത്. എന്താണ് ശുശ്രൂഷ? പാദം കഴുകുന്നതാണ് ശുശ്രൂഷ. എന്താണ് ശുശ്രൂഷ? എന്നോട് മാനസികമായിട്ട് സ്നേഹവും അടുപ്പവും താല്പര്യവും ഇല്ലാത്ത വ്യക്തിയെ നേടുന്നതിന് വേണ്ടിയിട്ട് അവൻ നിൽക്കുന്നതിൻ്റെ താഴെ എൻ്റെ പ്രവൃത്തി ചെയ്ത് അവനെ ഉയർത്തുന്നതാണ് ശുശ്രൂഷ. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു മനോഭാവം നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ ഭാര്യ-ഭർത്തൃബന്ധം, കുടുംബ ബന്ധം, മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള ബന്ധം തകർക്കാൻ അധികാരത്തിൻ്റെ പേരിൽ എനിക്ക് വലിപ്പമുണ്ട്, ഞാനാണ് ഭർത്താവ്, അതുകൊണ്ട് നീ കേൾക്കണം, അങ്ങനെ നിങ്ങൾ പറയുന്നതായ കാര്യമൊന്നും കേൾക്കേണ്ട കാര്യമില്ല. എന്തെന്നാൽ ഞാനാണ് ജോലി ചെയ്ത് ശമ്പളം കൊണ്ട് വീട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഭർത്താവാണ് അധികാരി എന്ന് പറയുമ്പോൾ ഭാര്യ പറയും, പണം കൊണ്ട് കുടുംബം പുലർത്തുന്നത് ഞാനാണ്, അതുകൊണ്ട് എനിക്കാണ് പറയാൻ അവകാശം. അതെ, ഇന്ന് ഇങ്ങനെയുള്ള അധികാരത്തെ നോക്കി ഭാര്യ ഭർത്തൃബന്ധത്തെ, മാതാപിതാക്കന്മാർ മക്കളും തമ്മിലുള്ള ബന്ധത്തെ, കുടുംബ ബന്ധങ്ങളെല്ലാം ശിഥിലീകരിക്കാനായിട്ട് പിശാച് കൊണ്ടുവരുന്ന ഒരു പ്രേരണയാണ് ഈ അധികാരത്തിൻ്റെ മേഖല. അതുകൊണ്ട് ഈശോ കാണിച്ചു തന്നു. എന്നെപ്പോലും പിശാച് ഈ അധികാരത്തിൻ്റെ കാര്യം പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ നോക്കിയെങ്കിൽ നീ എത്രയോ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നൊരു ബോധ്യം നിനക്കുണ്ടാകണം. അപ്പോൾ ഒന്ന്, അധികാരം ശുശ്രൂഷയാണ്. 2, അധികാരം എളിമപ്പെടലാണ്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനം വചനം പറയുകയാണ്, നിങ്ങളെത്ര ഉന്നതനായിരിക്കുന്നോ അത്രയും നിങ്ങളെ തന്നെ എളിമപ്പെടുത്തുക. എത്ര ഉന്നതനായിരിക്കുന്നോ അത്രയും നീ നിന്നെ തന്നെ വിനീതനാക്കുക. നിൻ്റെ വലിപ്പം നിശ്ചയിക്കുന്നത് എളിമയിലാണ്. 3, അധികാരം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് എന്തോരം ഉന്നതിയുണ്ടോ ഞാൻ ആ ഉന്നതി മുഴുവൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന മനോഭാവത്തിലേക്ക് വളരാനും വളർത്താനും സാധിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 32 വരെയുള്ള തിരുവചനം വചനം പറയുകയാണ്, വിശ്വാസികളുടെ സമൂഹത്തിന് ഒരേ ആത്മാവും ഒരേ മനസ്സുമാണ് ഉണ്ടായിരുന്നത്. ആരും തങ്ങളുടെ വസ്തുവകൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. പ്രത്യുത അതെല്ലാം പങ്കുവെച്ചനുഭവിച്ചു. എനിക്കുള്ള അറിവാകട്ടെ, കഴിവാകട്ടെ, സമ്പത്താകട്ടെ, പണമാകട്ടെ, അതിനെ പങ്കുവെച്ച് ചേർത്ത് പിടിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു അധികാരത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം.